എന്ന് പറഞ്ഞാൽ ഈ മീൻ പിടിക്കാർ കടൽക്കരയിൽ താമസിക്കുമ്പോൾ വലിയ വീട് പലർക്കും കാണത്തില്ല, അന്ന് കുടിലേ കാണും. ഈ കുടിലിൽ പോലും രാത്രി അന്തി ഉറങ്ങാൻ കഴിയാത്തവനാണ് ഈ പത്രോസ്. കാരണം ഇവൻ രാത്രി മുഴുവനും കടലിൽ അധ്വാനിക്കാൻ പോവും. അവൻ ചോദിക്കുന്നു, എല്ലാം വിട്ട് നിന്നെ അനുഗമിച്ച എന്ത് കിട്ടും? കർത്താവ് പറഞ്ഞു, എടാ നിനക്ക് സിംഹാസനം തരും. സ്തോത്രം. നാളെ പൊത്തുപോകുന്ന വള്ളമാണ് നീ വിട്ടത്, കീറിപ്പോയ വലയാണ് നീ വിട്ടത്. രാത്രി മുഴുവൻ അത് വെച്ച് അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത പ്രതിഫലമില്ലാത്ത ചിലത് നീ വിട്ടു. ആമീൻ. നിനക്ക് ഒരു കൂരയുണ്ടെങ്കിലും കയറിക്കിടക്കാൻ നേരമില്ല, അന്തി ഉറങ്ങാൻ കൂരയില്ല. ആമീൻ. കൂരയ്ക്ക ഉണ്ടെങ്കിലും അതിലല്ല അന്തി ഉറങ്ങുന്നത്, നീ വല്ല വള്ളത്തിലുമാണ് അന്തി ഉറങ്ങുന്നത്. പക്ഷെ അവൻ പറയുന്നു, ഞങ്ങൾ ഇതൊക്കെ വിട്ട് ഞാൻ നിന്നെ അനുഗമിച്ചല്ലോ, എനിക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കാൻ ഗോത്രത്തിനോരോ സിംഹാസനമുണ്ട്, ആ സിംഹാസനം നിനക്ക് തരും. ഈ വള്ളം വിട്ടാൽ, ഈ വല വിട്ടാൽ, എന്നെ അനുഗമിച്ചാൽ നിനക്ക് ലഭിക്കുന്നത് നാളെ കീറിപ്പോകുന്ന വലയല്ല, നാളെ പൊത്തുപോകുന്ന വള്ളമല്ല, നിലനിൽക്കുന്ന സിംഹാസനം. ഇന്ന് നീ ആമേൻ സ്തോത്ര ക്ഷണികതയുള്ള അല്ലെങ്കിൽ നിലനിൽക്കാത്ത ചിലതിനെ വിടേണ്ടി വന്നാലും എൻ്റെ യേശുക്രിസ്തു നിമിത്തം അതിനെ വിട്ട് നീ യേശുവിനെ പിൻപറ്റിയാൽ നിനക്ക് ലഭിക്കുന്നത് നിത്യമായ കൊട്ടാരമാണ്.